ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ മീൻ പൊള്ളിച്ചതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അത് ഞാൻ ദേ ഇവിടെ 4 ആവോലി മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ മീൻ പൊള്ളിച്ചത് ചെയ്യുമ്പോഴേക്കും ഒരു അത്യാവശ്യം മാംസക്കട്ടിയുള്ള മീൻ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ മീനൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മീനിൻ്റെ 2 ഭാഗവും നല്ല രീതിയിൽ വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മസാല ചേർക്കുമ്പോഴത്തേക്കും അത് മീനിൻ്റെ ഉള്ളിലോട്ട് നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ 4 മീൻ ഞാൻ ദേ ഇവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ മസാലകൾ ഓരോന്നായി ചേർക്കാം. അതിനായി ഒരു ബൗളിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, ഈ 3 പൊടികൾ മാത്രമാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായി വരുന്നത്. ശേഷം ഒരു അര നാരങ്ങയുടെ നീര് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ മീന് ഒരു പ്രത്യേക ടേസ്റ്റ് നൽകുന്നതായിരിക്കും. പിന്നീട് പാകത്തിന് ആവശ്യമായ ഉപ്പും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഈ പൊടികളും ഉപ്പും നാരങ്ങ നീരും ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. വരഞ്ഞു മാറ്റി വെച്ച മീനിൻ്റെ 2 ഭാഗത്തും മീനിൻ്റെ ഉള്ളിലേക്കും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക. എക്സസ് ആയിട്ട് മസാല ചേർക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഞാനിവിടെ 4 മീനും നല്ലതുപോലെ മസാല തേച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അങ്ങനെ ഞാൻ മീൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്തേക്ക് കുറച്ച് തക്കാളി, സവോള അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള ഒരു 6 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. സവാളയുടെ കൂടെ കുറച്ച് കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി സവാളയും പകുതി കൊച്ചുള്ളിയും ചേർക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കൊച്ചുള്ളി ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് സവാള ചേർക്കാം. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതനുസരിച്ച് ചേർക്കുക. കൊച്ചുള്ളി ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. കുറച്ച് തക്കാളി കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം വലിപ്പമുള്ള 3 തക്കാളി ഞാനിവിടെ എടുത്തിരിപ്പുണ്ട് കേട്ടോ. പിന്നീട് പഴുത്ത തക്കാളി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇപ്പം ഏകദേശം ഒരു 10 to 15 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മൾ മീൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. അതിനായി പാൻ അടുപ്പിൽ വെച്ചു. ഇതിലേക്ക് പാൻ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ എന്തെണ്ണയാണോ ഉള്ളത് അത് ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഞാൻ എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിനു ശേഷം മീൻ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, മീനിൻ്റെ സൈസ് കണ്ടോ, 2 മീൻ മാത്രമേ അറ്റ് എ ടൈം നമുക്ക് ഈ പാത്രത്തിൽ വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. പാത്രം നല്ല ഒരത്യാവശ്യം വലിപ്പമുള്ള പാത്രം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മീനിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നീട് അത് തിരിച്ചിടുക. അപ്പുറം ഭാഗം കൂടെ നല്ലതുപോലെ ഫ്രൈ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയതിനു ശേഷം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ ബാക്കിയുള്ള 2 മീനില്ലേ, ആ 2 മീനും കൂടെ നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മീൻ ഷാലോ ഫ്രൈ ആയിട്ടോ ചെയ്യുന്നത്. അധികം എണ്ണ ഒഴിക്കുന്നില്ല. നിങ്ങൾ കണ്ടില്ല, ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സെക്ഷൻ മീനും അതിൽ വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഈ സമയം നമുക്ക് മീൻ പൊള്ളിച്ചതിൻ്റെ കൂടെ കഴിക്കാനുള്ള സാലഡ് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഓഫ് ഡേ ആണെങ്കിൽ ഞങ്ങൾ കിച്ചണിൽ കയറുമ്പം ഒരുമിച്ചാണ് കയറാറുള്ളത്. അപ്പോൾ അങ്ങനെ പുള്ളി സാലഡിന് ആവശ്യമായിട്ടുള്ള കുക്കുംബർ, ക്യാരറ്റ്, ബീട്രൂട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് സവാള ചേർക്കുക കേട്ടോ. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മയില്ലേ, മീനിൽ അരപ്പ് ചേർക്കുമ്പോൾ ഒരുപാട് അരപ്പ് ചേർക്കരുതെന്ന്. കാരണം അങ്ങനെ ഒരുപാട് അരപ്പ് ചേർക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള അരപ്പ് ഈ എണ്ണയിൽ കിടന്നിട്ട് അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ എണ്ണയിൽ തന്നെയല്ലേ ഈ സവാള കൂടി ഇടുന്നത്. ആ കരിഞ്ഞു പോയതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് മസാല ചേർക്കരുത് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സവാള ഒരു ജസ്റ്റ് ഒന്ന് വഴറ്റി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കേട്ടോ. ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് വഴറ്റി കിട്ടുമല്ലോ. അങ്ങനെ ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അപ്പോൾ ആ പേസ്റ്റ് ഞാൻ നേരത്തെ ഇവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മുടെ ഉള്ളിയിലോട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സാലഡിന് ആവശ്യമായ വെജിറ്റബിൾസിലേക്ക് ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. സാലഡ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച തക്കാളിയില്ലേ, ആ തക്കാളി കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഈ ഉള്ളിയിൽ കിടന്ന് നല്ലതുപോലെ പേസ്റ്റായിട്ട് വരണം. നല്ലതുപോലെ തക്കാളി വെന്തുടഞ്ഞ് വരണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ സമയം ഇതിന് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് തക്കാളിയും ഉള്ളിയും അവിടെ റെഡിയാവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെക്കാം. അതിനായിട്ട് തേങ്ങ അരച്ച് പാലെടുക്കുക കേട്ടോ. അങ്ങനെ തേങ്ങാപ്പാൽ റെഡിയായി മാറ്റി വെച്ചിരിപ്പുണ്ട്. ഈ സമയം നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ തക്കാളിയും ഉള്ളിയും ഒക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം. അതിനായി ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഈ 3 പൊടികൾ ഇട്ടു. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റുക. ആ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി കേട്ടോ ആഡ് ചെയ്തേക്കുന്നത് അവസാനം. കുറച്ച് കുരുമുളക് പൊടിയോടെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഈ സമയത്തേക്ക് നമ്മളിത് നേരത്തെ മാറ്റി വെച്ച പാലില്ലേ, തേങ്ങാപ്പാൽ, ഇത് 2 പാല്, ഫസ്റ്റും സെക്കൻഡ് 2 പാലും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് എടുത്തേ കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാലിൽ കിടന്ന് സവോളയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇത് റെഡിയായി എന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ഈ പാലൊക്കെ വറ്റി ഇതിൽ നിന്ന് എണ്ണ തെളിഞ്ഞ് വരണം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ പാലൊക്കെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഏകദേശം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ അടുപ്പ് ഓഫ് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഇത് പ്രോസസ്സിംഗ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം ഞാൻ നമ്മുടെ മൈക്രോവേവ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുക കേട്ടോ. അതൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ്സ് ആണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് വരുന്ന രീതിയിലാട്ടോ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് വെക്കാൻ വേണ്ടി ഒരു ഫോയിൽ പേപ്പർ എടുത്ത് വെച്ചിട്ടോ. നമുക്കിവിടെ വാഴയില കിട്ടാറില്ല. അപ്പോൾ വാഴയില കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. വാഴയില കിട്ടാത്തത് കൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഉള്ളി തക്കാളി ആ ഒരു ഇതില്ലേ, അത് ഞാൻ ഫോയിൽ പേപ്പറിലോട്ട് വെക്കുക കേട്ടോ. ഏകദേശം ഒരു 2 സ്പൂണോളം ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ അരപ്പ് വേണ്ടത് അത്രയും അതിൽ വെക്കുക. ശേഷം ഫ്രൈ ചെയ്ത മീൻ അതിൻ്റെ മുകളിലോട്ട് വെക്കുവാണ് കേട്ടോ. ഇനി നമ്മൾ ഈ മീനിൻ്റെ മുകളിലും നമ്മൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ച അരപ്പ് കൂടെ ചേർക്കണം കേട്ടോ. അങ്ങനെ ഞാൻ മീനിൻ്റെ മുകളിലും വെക്കുവാണ്. അപ്പം ഞാനൊരു മീൻ കവർ ചെയ്യുന്ന രീതിയിലാട്ടോ മീനിൻ്റെ സൈഡിലും മുകളിലും താഴെയും ഒക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലാവുന്ന രീതിയിൽ നമ്മുടെ മീൻ കവർ ചെയ്യുന്ന രീതിയിലാട്ടോ ഞാൻ മസാല വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്തായിട്ട് അല്പം നാരങ്ങ നീര് കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഫോയിൽ പേപ്പർ ഇതിനെ 4 സൈഡും നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം. അതായത് ആവി പുറത്ത് പോകാത്ത രീതിയിൽ 4 സൈഡും നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഫോയിൽ പേപ്പറിനെക്കാളും കുറച്ചും കൂടെ എപ്പോഴും ബെറ്റർ വാഴയില കേട്ടോ. അപ്പോൾ നമ്മൾ ആ വാഴയിലയുടെ ഒരു മണവും അതിനൊരു ടേസ്റ്റും കൂടെ ആകുമ്പോഴത്തേക്കും ഈ മീൻ പൊള്ളിച്ചതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. വാഴയില ഇവിടെ കിട്ടാനില്ല, സോ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ 4 മീനും ഫോയിൽ പേപ്പറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനുള്ളിലോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് എടുത്ത് വെച്ചിരിക്കുന്ന 4 മീനും ഞാൻ ആ ഓവൻ്റെ ട്രെയിലോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ഓവനുള്ളിലോട്ട് വെക്കാം. അതിനായിട്ട് ഞാൻ ഓവൻ തുറന്നു അതിലോട്ട് വെക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഓവൻ ഓൾറെഡി 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മീൻ ഓവനുള്ളിൽ വെച്ചതിന് ശേഷം ഒരു 20 to 25 മിനിറ്റ്സ് ഇതിനുള്ളിൽ ഇത് റെഡിയാവും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വെച്ച അതേ ഹീറ്റിൽ തന്നെയാട്ടോ വെച്ചിരിക്കുന്നത്, ഒരു 180 ആ ഒരു ഇത്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനത് തുറന്ന് നോക്കുക കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുണ്ട്. ചൂട് ആറാൻ പോലും ഞാൻ നിന്നിട്ടില്ല. അതിനു മുമ്പ് എനിക്കത് ഓപ്പൺ ആക്കിക്കോളാനേ വയ്യ. അങ്ങനെ ഞാൻ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന ചൂട് എന്താ പറയുക, പൊള്ളിച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യേണ്ട സമയം കേട്ടോ. അപ്പോൾ ചൂടായതുകൊണ്ട് നമുക്ക് കൈ കൊണ്ട് ഇത് എടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സ്പൂണ് കൊണ്ട് ജസ്റ്റ് ഒരു പീസ് മാത്രം അതിൽ നിന്ന് എടുത്തു കേട്ടോ. ഒന്നും പറയാനില്ല, ഉഗ്രം രുചിയായിരുന്നു കേട്ടോ. ഡിന്നറിന് പറാത്തയും മീൻ പൊള്ളിച്ചതും സാലഡുമായിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാനും മറക്കല്ലേ. കൂടെ എൻ്റെ ഈ കുഞ്ഞു ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.